ആ തൂണി കയറി ചാരിയുന്നോണ്ട് ഉറക്ക ശ്വാസം വിടല്ലേ, അത് ചെത്തുപൊടിഞ്ഞിരിക്കുക. ശരി സാർ. പോയി പണി എടുക്കടാ. അല്ല സാറേ, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന ഇതിനെ ഒന്ന് മാറ്റിക്കൂടെ? മാറ്റലൊന്നും അങ്ങനെ എളുപ്പം നടക്കൂല അബ്ദു. എടോ, അതിനൊക്കെ മോളിൽ നിന്ന് എഴുതി വരണം. അങ്ങനെ മോളിൽ നിന്ന് എഴുതി വരണമെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ദുരവസ്ഥ കാണിച്ച് ചുറ്റുവട്ടത്തുള്ളവര് മുകളിലേക്ക് കത്തെഴുതണം. ഈ പോസ്റ്റിന്റെ തൊട്ടടുത്തുള്ള ജീവി ഞാൻ മാത്ര. എന്നാണ് ഒരിക്കൽ വന്നപ്പോ പറഞ്ഞത് ആ മാറ്റിത്തരാന്ന്. പക്ഷേ ഒരു 25,000 കായായിട്ട് കെട്ടിവെക്കണ. എന്റെ സാറേ, എന്റെ കൂടെ ഈ പട്ടിക്കാട്ടും പൊളിച്ചു വിറ്റാൽ കിട്ടൂല. 20,000 തികച്ച്. പതിയെ പതിയെ ഞാൻ പറഞ്ഞു, അധികം പുഷ് ചെയ്യല്ലേ. ട്രാൻസ്ഫോമറൊക്കെ കൂടെ വെള്ളത്തിൽ പോകും. ഓ പിന്നെ ഓക്കെ. ലൈറ്റ് എന്നിട്ട് നോക്കി. കത്തി മോർണിംഗ് പോരി. പിടിക്ക. അതൊക്കെ അവിടെ ഇട്ടിട്ട് പോ സാറേ. വൈകിട്ട് മഴ പെയ്യാണെങ്കിൽ നാളെയും വരണ്ടേ ഫ്യൂസ് വെട്ടാൻ. അപ്പടി ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പറിക്ക് കൊണ്ടുവരണ്ടേ. ഇന്നലെ മിന്നലിന്റെ പോസ്റ്റിൽ അമ്മാതിരി വെടിയും ഒച്ചയൊക്കെ ആയിരുന്നു. തീപ്പൊടി കണ്ടപ്പോ ഞാൻ ഇറങ്ങി ഓടി. പോസ്റ്റിലൊരു വെടിക്കെട്ട് കണ്ടില്ലേടോ? കണ്ട് എന്റെ പഠിച്ചോനെ, എന്നാണാവോ ഇതെല്ലാം കൂടി പൊളിഞ്ഞ എന്റെ പൊരേന്റെ മുകളിൽ വീണ്ട് എന്റെ കുട്ടികളെ കഞ്ഞൂടി മുട്ടുക. പണിയെടുക്കണം പിശാചേ. കുറച്ച് വെള്ളം കിട്ടോ? അപ്പടി ചെളിയായി. എന്തേ അക്ബർ, ആപ്പി ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ലല്ലോ. എന്താ രാജീവൻ നിനക്ക് ഇത്ര ബേജാറ്? ഒന്നും പറയണ്ട. ആ ചെക്കന IS നഗറിൽ പത്രം ഇട്ടിട്ട് 2 ദിവസമായി. ആ കോളനി സെക്രട്ടറി എനിക്ക് ഇരിക്കപ്പുറത്ത് തരണ്ടില്ലെന്നേ. ഇന്ന് പത്രക്കെട്ട് എടുക്കാൻ പോലും ആ ചെക്കൻ വന്നില്ല. ആകെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അക്ബറെ. എന്നാ പിന്നെ അനക്ക് ഓനെ പറഞ്ഞു വിട്ടോട്ടോ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അക്ബറെ, എല്ലാവരും എഞ്ചിനീയർ ജോലിക്ക് നടക്കല്ലേ. പത്രത്തിന്റെ പാതി കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും ഇടാനിപ്പോ ആളെ കിട്ടണില്ല. മോളെ സ്കൂളിൽ വിടാൻ നേരമായി. ഞാൻ പോവാ. അബി എങ്ങാനും ഇങ്ങോട്ട് വന്നാ അപ്പൊ ഒന്ന് വിളിക്കണം അക്ബറെ. കൊള്ളാം. തൊഴിലാളികൾക്ക് ഇപ്പൊ മുതലാളിമാരെക്കാൾ പവറാ. ചിരിക്കാതെ പണിയെടുക്കണം നമുക്ക്. അല്ല, മോനെവിടെയാ താമസം? ഇവിടെ എപ്പോഴും കാണാലോ. കണ്ട വണ്ടിക്കൊക്കെ കയ്യും കാണിച്ച്. അത് ലിഫ്റ്റ് അടിയാ. എന്തിനാ വെറുതെ പൈസലാണ്? Good morning. Good morning. I want to meet Mr. Shyam. Room number 3, 4th floor. Sorry, sir. Now it's yoga time. Please wait for some time. Okay? Oh, it's okay. Thank you. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വിനീത് എന്താ ഇത്ര രാവിലെ? ശ്യാമിനെ കാണാൻ. ഓ, യോഗ ടൈം ആണ്. വരൂ. ശരി ഡോക്ടർ. പിന്നെ എങ്ങനെയുണ്ട് തൻ്റെ ട്യൂഷൻ സെൻ്ററൊക്കെ? അങ്ങനെ പോകുന്നു ഡോക്ടർ. പിന്നെ വേറൊരു കാര്യത്തിനും കൂടിയാണ് ഞാൻ വന്നത്. എന്താ കാര്യം? എനിക്ക് ഗൾഫിലൊരു ജോലി ശരിയായിട്ടുണ്ട്. ഓഹോ. എൻ്റെ കസിൻ ശരിയാക്കി തന്നതാ. പഠിത്തത്തിന് പറ്റിയ ജോലി നോക്കി നിന്നാ. വിനീത്, ജീവിതം എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണോ? താൻ ഇവിടെയുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെയായി നടന്നവർ ഇന്നൊരു പകൽക്കിനാവിന് പോലും സാധ്യതയില്ലാതെ. സത്യമാണ് ഡോക്ടർ. ജോലിയുടെ കാര്യം ഞാൻ ശ്യാമിനോട് പറഞ്ഞിട്ടില്ല. പറയണം. വീട്ടിൽ നിന്ന് നിർബന്ധം കൂടിയിട്ടാ. പിന്നെ ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ കൊണ്ട്. ഐ നോ വിനീത്, താനീ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സമൂഹത്തിൽ വെറുക്കപ്പെട്ട് സ്വയം ഒഴിഞ്ഞു മാറുന്ന കുറേ ജീവിതങ്ങൾ ഇവിടെയുണ്ട്. അതിനിടയിലും അവരെ കാണാനും സംസാരിക്കാനും വരുന്നവരുടെ സാമീപ്യം അതിവിടെയുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ്.
സർ, ശ്യാം അങ്ങനെ നടന്ന ആളല്ല. ആക്സിഡൻറ്റിലായിട്ടൊരാൾ. പക്ഷേ എന്തു പക്ഷേ എന്തുറപ്പാടോ നമ്മുടെയൊക്കെ ലൈഫിനുള്ളത്? പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്, ജീവിതം ഒന്ന് റീവൈൻഡ് ചെയ്യാനുള്ള അവസരം പോലും കിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ ഈ രോഗം ബാധിക്കുന്നവർ സ്നേഹം കിട്ടേണ്ട സമയത്ത് അധിക്ഷേപവും ആർട്ടിപ്പായ്ക്കലും മാത്രമാവുമ്പോൾ ചുരുക്കം ചിലർ പ്രതികരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ലൂസ്. പലർക്കും അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. ഇവിടെ ഉള്ളവരിൽ തന്നെ 10% പേർ മറ്റു പല മാർഗങ്ങളിലൂടെ ഈ രോഗത്തിലേക്ക് എത്തിപ്പെട്ടവരാണ്. എങ്ങനെ അറിയാനാ? എയ്ഡ്സിന്റെ പ്രിവെന്റീവ് പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോ കോണ്ടം കമ്പനികളുടെ വെറും പരസ്യം മാത്രമായി മാറിയിരിക്കും. ഇത്രക്കിത്ര, കളേഡ്, ഫ്ലേവേഡ്, വാട്ട് എ ഷെയിം. ആ എന്താ കരിമിക്ക, മുഖത്താകെ ഒരു സങ്കടം. ഇന്നും ദുരന്തങ്ങൾ തന്നെയാണോ വാർത്ത? ആഹാ, നമ്മുടെ നാടിനും ജീവനും ഒക്കെ വില പറഞ്ഞ ഇവനെ തൂക്കിലേറ്റിയതിനാണോ ഈ സങ്കടം? എന്റെ ജനതയെ മുഴുവൻ ഈ ലോകത്തിന്റെ മുമ്പേ തെറ്റിദ്ധരിപ്പിച്ച് ആയുധം കൊണ്ട് ആളെ കൊല്ലലാണ് ജിഹാദ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച യവനെയൊക്കെ കിട്ടിയ പാടെ കൊല്ലാണ്ട് കോടികൾ മുടക്കി. നമ്മുടെ നിയമങ്ങൾ എന്താണ് ഡോക്ടറെ ഇങ്ങനെ? കരീം പഴയ നക്സലേറ്റാ. കരീംക, 10 ഭീകരന്മാരെ പോറ്റാനാണ് നമ്മുടെ നിയമങ്ങൾ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ് നമ്മുടെ നിയമം എന്ന് ചിന്തിക്ക്. എന്തായാലും ഓനെ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തില്ലേ, ബാക്കിയുള്ളത് പടച്ചും വെടിപ്പാക്കിക്കോളും. അപ്പൊ വിനിതേ, ഷാമിപ്പ് ആ റൂമിലേക്ക് വെക്കും. ഞാൻ റൗണ്ട്സിന് കയറട്ടെ. ഓക്കെ. രണ്ട്, 3, 4, 5, 6, 7. ശരിക്കടിക്കട പന്നി. വന്നോ കള്ള ബനാനെ, ഇന്നെ നമ്മൾ നോക്കി നടക്കരുന്ന്. അത് മുന്നിലത്തെ ടയറ് പഞ്ചറായ. ആകട്ടു ആകട്ടു. 3 പഞ്ചറിന്റെ കാശ്, പിന്നെ ടയറിൽ കാറ്റടിച്ചതും ചേർത്ത് മൊത്തം 17 ഉറുപ്പ്യ. അത് ഇങ്ങോട്ട് വെച്ചിട്ട് മോൻ പൊടിയടിച്ച് സൈക്കിൾ കൊണ്ടുപോയാ മതി. അക്ബർക്ക, ഈ ഒരു വട്ടം കൂടി സത്യം നാളെ ഒന്നിച്ചു തരും. സത്യമായിട്ടും തരും. നടക്കൂല മോനെ, എന്നെ വീണ്ടും മക്കാറൊക്കെ ഡബ്ബിപ്പോ നിങ്ങളല്ലേ അന്നിന്റെ കിണങ്ങ് കണ്ടിട്ടാ ഞാൻ പോട്ടേന്ന് വെച്ചത്. അന്നും നീ പറഞ്ഞ് നാളെ തരാന്ന്. എന്നിട്ട് ഈ പയ്യൻ എന്നും രാവിലെ സൈക്കിൾ ഇവിടെ എത്തുമ്പോ ഒരൊറ്റ പറപ്പിക്കല. ഒരു ദിവസം ഞാൻ കയറി കുറുകന്ന്. എന്റെ പെടച്ചോനെ, ഓടി മാറിയില്ലെങ്കിൽ എന്റെ കൊച്ചുകൾ പട്ടിണിയായാനെ. പോടാ ബലാലെ, അനക്ക് ഇവിടെ പ്രീപ്പണിയില്ല. പോടാ, നമ്മളോടോ അവന്റെ കളി. നീ എപ്പോ വന്നു? കുറെ നേരമായോ? ആ, കുറച്ച്. ഈ എഴുത്ത് നീ വിട്ടില്ലല്ലേ? അതും ഇന്നലത്തെ കാര്യങ്ങൾ ഇന്ന്, ഇന്നത്തെ കാര്യങ്ങൾ നാളെ. അതെന്ത് സീക്രട്ടാടാ? സീക്രട്ട് ഒന്നും അല്ലടാ, ഒരു പ്രതീക്ഷ. അത് എഴുതാനായിട്ടാണെങ്കിലും എന്റെ വാലിഡിറ്റി ഒന്ന് നീട്ടിക്കിട്ടിയാലോ? ജീവിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ലടാ. എന്നൊക്കെ പറയാം.
കൊതിയാവുന്നടാ ഒന്ന് ജീവിക്കാൻ. ഞാൻ എന്ത് തെറ്റ് ചെയ്ത? പുറത്തിറങ്ങി നടക്കണമെന്നുണ്ട്, പക്ഷെ പേടിച്ചിട്ടാ. സമൂഹത്തിൽ പുഴുത്ത പട്ടയ്ക്ക് സമോ ഞാനൊക്കെ. ആ ഫ്രണ്ട് സ്റ്റോക്കിന് ഡിസ്റ്റർബൻസ് ആയോ? ഇല്ല സർ. സിസ്റ്ററെ, വൈറ്റൽസ് റെക്കോർഡ് ചെയ്തോളൂ. ശരി പിന്നെ ചെക്ക് ചെയ്യാൻ ബ്ലഡും കളക്ട് ശരി ചെയ്യണം. ഡോക്ടർ. സിസ്റ്ററെ ഒന്നുകൂടെ ഇട്ടേരെ, വെറുതെ. ഡോ ആ കയ്യിൽ നിന്ന് പിടിച്ചേ. അല്ല സിസ്റ്ററെ, കയ്യിലെങ്ങാനായാ പിന്നെ. സിസ്റ്റർ, യു ക്യാരി ഓൺ. ഡോ ശരി, താനൊന്ന് ഡോക്ടർ. വന്നേ. സാറേ ഞാൻ വാടോ. തനിക്കെന്താ ബോധമില്ലേ? പേഷ്യൻസിന്റെ മുന്നിൽ വെച്ച് ഈ രീതിയിൽ സംസാരിക്കരുതെന്ന് തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? അത് സാറേ ഞാൻ നിർത്തണോ? തന്നെ പോലുള്ളവരെ പേടിച്ചാ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇവിടെയും ഇവരുടെ രോഗത്തിന് അല്ലടോ ചികിത്സ വേണ്ടത്. മനസ്സിന് കുഷ്ഠം പിടിച്ച തന്നെ പോലുള്ളവരുടെ ഭ്രാന്തിനാണ് ചികിത്സ വേണ്ടത്. സാർ Just ഞാൻ remember that. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ താനിപ്പിന് സ്ഥാപനത്തിലുണ്ടാവില്ല. മനസ്സിലായോ? പേടിക്കണോ? അപ്പൊ ശ്യാം, യു ആർ ഓക്കെ? ഡോക്ടർ അയാളെ വരട്ടിയല്ലേ? ശ്യാം, യു ഹാവ് എ സ്ട്രോങ് മൈൻഡ്. തനിക്കൊന്നും ആവില്ലടോ. ശരി സർ. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ. എടാ ഇന്നലെ സെറീനയുടെ ബർത്ത്ഡേ അല്ലേ? അവളുടെ ഒരു ബർത്ത്ഡേ. ശ്യാമേ, നീ അതങ്ങ് വിട്ടേക്ക്. എങ്ങോട്ടാ? അപ്പുറത്തേക്കാ ടേണിംഗ് വരെ. ഡെന്റൽ കോളേജ്? ഓ ഡോക്ടർ. അല്ലല്ല, സ്റ്റുഡൻറ്. ഡോക്ടർ സ്റ്റുഡന്റ്. നൈസ്. സ്ഥിരം ലിഫ്റ്റ് അല്ലേ? അല്ലല്ല, ഇയാളെ അവിടെ സ്ഥിരം ലിഫ്റ്റ് ചോദിക്കുന്ന കാണാറുണ്ട്. മതി മതി മതി. ഇവിടെയോ? ഇതെവിടെ മതി? ഇവിടെന്താ? കോളേജ് അവിടെ അല്ലേ? ഞാൻ അവിടെ വരണ്ട മാഷെ. അല്ല വേണ്ട, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. സോറി. വാച്ചോ? എന്തോ വാച്ച്? ഓ ഇവിടെ ഫ്രണ്ടോ? ഓക്കെ ബൈ. എക്സ്ക്യൂസ് മീ, വാട്ട്സ് യുവർ നെയിം? ശ്യാം ശങ്കർ. ഓക്കെ, താങ്ക് യു ശ്യാം. ഇറ്റ്സ് ഓക്കെ. ശ്യാം, വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. വാട്ട്? ഓരോ വട്ടന്മാര്. ഊർജന്റെ എത്തിയോ? ആ പിന്നെ സിജോ അകത്തുണ്ട്. ഒന്ന് മുട്ടിയിട്ട് കയറ്, അല്ലെങ്കിൽ വല്ലതും കണ്ട് പേടിക്കും. നീ എങ്ങോട്ടാ? കുറച്ച് സെറോക്സ് എടുക്കണോടാ. പരീക്ഷയാണെന്ന് വല്ല വിചാരം പരീക്ഷയാണോ? അതിനായിരിക്കും ഫോട്ടോസ്റ്റാറ്റ്. ഒന്നിങ്ങ് വന്നേ. നീ പാട്ടും പാടി അവളെ ഉറക്കി നടന്നു. അവസാനം വായി തരുമ്പോ പഠിക്കടാ, കേട്ടോടാ. പോടാ കോപ്പേ. എന്തുവാടേ ഇത്? ഫുൾ ടൈം ഇത് തന്നെയാണല്ലോ. അടിച്ചു പോവട്ടാ. എന്ത് ലാപ്പോ? മൊത്തം നമ്മളൊക്കെ എന്തോ നളിയാ. ഓ, അറുമാദനം കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ ഒരു മാന്യൻ. That's my life, dude. യെസ്, വെൽക്കം. വെൽക്കം? എന്ത് വെൽക്കം? ഹേയ്, തുണ്ടിനൊപ്പം ലോഡായതാടാ. ബാംഗ്ലൂരിൽ HIV സ്പ്രെഡിംഗ് ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെന്റ് വേസ് ഓഫ് ബ്ലഡ് മിക്സിംഗ്.
8ന്റെ പണിയാളിയായത്. മോനെ നീ സൂക്ഷിച്ചോട്ടാ. പോടാ, 5% ചാൻസേ ഉള്ളൂ ഇത് പടരാൻ. എന്നാലും ചാൻസ് ഉണ്ടല്ലോ.